എം ടി സെറ്റ് അത് ഏതൊരു വെക്ടർ സ്പേസിൻ്റെ സബ്സെറ്റ് ആണല്ലോ. ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ? ഒന്ന് പോസിറ്റ് ആലോചിച്ച് നോക്കൂ. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതൊന്നുകൂടി ആവർത്തിക്കുക. എപ്പോഴാണ് ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക? അതിൻ്റെ അകത്തുള്ള ഒരു വെക്ടറും മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റൂലെങ്കിൽ നമ്മൾ പറയും ആ സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും വെക്ടറിൻ്റെ ഇതിൻ്റെ അകത്തുള്ള മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു വെക്ടറും ഇല്ല. ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നെ. ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് വെക്ടറേ കാണുന്നില്ല. എന്നിട്ടല്ലേ ഏതെങ്കിലും വെക്ടറിൻ്റെ മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റുന്നുണ്ടാവാൻ. സോ ഇതിന് ഈ ഡെഫിനിഷൻ പ്രകാരം ദിസ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയാം. ഇനി ഇത് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് ഡിഫൈൻ ചെയ്യുകയും ചെയ്യാം. അല്ലെ, അങ്ങനത്തെ പല ടെക്സ്റ്റുകളും അങ്ങനെ പറയും. എം ടി സെറ്റ് ഈസ് ഡിഫൈൻഡ് ടു ബി ലീനിയർലി അല്ലെങ്കിൽ ഡിക്ലെയർഡ് ടു ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എനിക്ക് തോന്നുന്നു ലീനിയർ അൽജിബ്ര ഡെൻഡ്രൈറ്റിലൊക്കെ അങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ ഒരു ആശയം ഇങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസം, ഇങ്ങനെ ചിന്തിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ എം ടി സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. എനിവേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക.